എഡ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സാർവദേശീയ മനുഷ്യാവകാശ ദിനം. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10. ഡിസംബർ 10-നാണ് സാർവദേശീയ മനുഷ്യാവകാശ ദിനം. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഡാഷാണ്. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പ്. പച്ചിരുമ്പാണ് വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഒളിമ്പിക്സിൻ്റെ ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ നീലവളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഒളിമ്പിക്സ് ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ നീലവളയം ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? യൂറോപ്പ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ നീലവളയം യൂറോപ്പ് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രി. ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത. സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകതയാണ് ചൂഷണം. ചൂഷണമാണ് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനമേത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ളത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. ഇന്ത്യയിൽ 1993-ലായിരുന്നു മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ കൃതി. ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ കൃതി ഏതാണ്? ഓടക്കുഴൽ. ഓടക്കുഴലാണ് ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ കൃതി. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏതാണ്? ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ എ. വിറ്റാമിൻ എ ആണ് ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളാണുള്ളത്. പ്രവൃത്തിയുടെ യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂൾ. ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. കബനി കാവേരി നദിയുടെ പോഷക നദിയാണ്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡാണ്
കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗം. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയയാണ് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗം. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ. മലയൻ ഡ്വാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? മലയൻ ഡ്വാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. തെങ്ങിൻ്റെ ഒരു സങ്കര ഇനമാണ് മലയൻ ഡ്വാർഫ്. ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണനാണ് ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത് വി.ഒ. ചിദംബരം പിള്ള. വി.ഒ. ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത്. ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം. ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴമാണ് ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ബിറ്റുമിനസ്. ബിറ്റുമിനസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം. അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് പാണ്ഡുരംഗ ഹെഡ്ഗെ. പാണ്ഡുരംഗ ഹെഡ്ഗെ ആയിരുന്നു അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഐസോട്ടോപ്പുകൾ കണ്ടെത്തിയത്. ഐസോട്ടോപ്പുകൾ കണ്ടെത്തിയത് ഫ്രെഡറിക് സോഡി. ഫ്രെഡറിക് സോഡിയാണ് ഐസോട്ടോപ്പുകൾ കണ്ടെത്തിയത്. ആറളം വന്യജീവി സങ്കേതത്തിനു സമീപം ഒഴുകുന്ന പുഴ. ആറളം വന്യജീവി സങ്കേതത്തിന് സമീപം ഒഴുകുന്ന പുഴ ചീങ്കണ്ണിപ്പുഴ. ചീങ്കണ്ണിപ്പുഴയാണ് ആറളം വന്യജീവി സങ്കേതത്തിന് സമീപം ഒഴുകുന്ന പുഴ. പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡ് ദന്തക്ഷയത്തിന് കാരണമാകുന്നു. ഈ ആസിഡിൻ്റെ പേരെന്താണ്? പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാകുന്ന ആസിഡ് ദന്തക്ഷയത്തിന് കാരണമാകുന്നു. ഈ ആസിഡിൻ്റെ പേരാണ് ലാക്റ്റിക് ആസിഡ്. പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയ പ്രവർത്തിച്ചുണ്ടാക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് ദന്തക്ഷയത്തിന് കാരണമാകുന്നു. മുട്ടത്തോടുമായി ആസിഡ് പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഇതിന് കാരണമാകുന്ന ഏത് പദാർത്ഥമാണ് മുട്ടത്തോടിലുള്ളത്? മുട്ടത്തോടുമായി ആസിഡ് പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഇതിന് കാരണമാകുന്ന ഏത് പദാർത്ഥമാണ് മുട്ടത്തോടിലുള്ളത്? കാൽഷ്യം കാർബണേറ്റ്. മുട്ടത്തോടുമായി ആസിഡ് പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഇതിന് കാരണമാകുന്ന കാൽഷ്യം കാർബണേറ്റ് ആണ് മുട്ടത്തോടിൽ ഉള്ളത്. ശ്വസനവേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങൾ. ശ്വസനവേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങൾ കണ്ടൽ. കണ്ടൽ സസ്യങ്ങളിലാണ് ശ്വസനവേരുകൾ കാണപ്പെടുന്നത്. മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ. മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കാണ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ.
ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947. 1947 ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത്. പ്രൊജക്റ്റ് ആരോ എന്ന സംരംഭം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? പ്രൊജക്റ്റ് ആരോ എന്ന സംരംഭം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? തപാൽ. തപാൽ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് പ്രൊജക്റ്റ് ആരോ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാർ. കേരളത്തിലെ ചിന്നാർ വനപ്രദേശമാണ് നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്? ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്? എയ്ഡ്സ്. എയ്ഡ്സ് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഏതാണ്? നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമ. കൊഹിമയാണ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം. ജിപ്സം ഏത് ലോഹത്തിൻ്റെ ധാതുവാണ്? ജിപ്സം ഏത് ലോഹത്തിൻ്റെ ധാതുവാണ്? കാൽസ്യം. കാൽസ്യത്തിൻ്റെ ധാതുവാണ് ജിപ്സം. ചരിത്ര പ്രസിദ്ധമായ കയ്യൂർ സമരം ഏത് വർഷമായിരുന്നു? ചരിത്ര പ്രസിദ്ധമായ കയ്യൂർ സമരം ഏത് വർഷമായിരുന്നു? 1941. 1941 ചരിത്ര പ്രസിദ്ധമായ കയ്യൂർ സമരം നടന്നത്. പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി. പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ. യൂറി ഗഗാറിനാണ് പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്? കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കയർ. കയർ വ്യവസായമാണ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. ദാമോദർ നദീതട പദ്ധതിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി. 1961 പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്ന സ്ഥലം. 1961 പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്ന സ്ഥലം ബെൽഗ്രേഡ്. 1961 പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്നത് ബെൽഗ്രേഡിൽ വെച്ചായിരുന്നു. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോണാണ് ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ. 1936 നവംബർ 12 ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. 1936 നവംബർ 12 ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ചിത്തിര തിരുനാൾ. ചിത്തിര തിരുനാളാണ് 1936 നവംബർ 12 ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ
കർത്താവ്. 2012 തുടങ്ങി 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഏത്? 2012 തുടങ്ങി 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനം. സുസ്ഥിര വികസനമായിരുന്നു 2012 തുടങ്ങി 2017 അവസാനിച്ച 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം ബംഗളൂരു. ബംഗളൂരുവാണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗം തിമിരം. തിമിരമാണ് മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന രോഗം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാസർഗോഡ്. കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായി. ചൗ എൻ ലായിയാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊണ്ട സമഗ്ര വികസന പദ്ധതി. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊണ്ട സമഗ്ര വികസന പദ്ധതിയാണ് ആശ്രയ. ആശ്രയ പദ്ധതിയാണ് കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊണ്ട സമഗ്ര വികസന പദ്ധതി. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരെന്ത്? 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരാണ് നീതി ആയോഗ്. നീതി ആയോഗാണ് 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേര്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. സെറിബെല്ലമാണ് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. മലാല ദിനമായി ആചരിക്കുന്നതെന്ന്. മലാല ദിനമായി ആചരിക്കുന്നത് ജൂലൈ 12. ജൂലൈ 12 മലാല ദിനമായി ആചരിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2005. 2005 ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയത്. ഏത് വർഷമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം നിലവിൽ വന്നത്? ഏത് വർഷമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം നിലവിൽ വന്നത്? 2010. 2010 ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം നിലവിൽ വന്നത്. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി ഏത്? കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി ഫംഗസ്. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി ഫംഗസ് ആണ്.
ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1? പന്നിയൂർ 1 ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്? കുരുമുളക്. കുരുമുളകിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള ഒരു ഇനമാണ് പന്നിയൂർ 1. സമുദ്രത്തിൻ്റെ ഏതു ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്? സമുദ്രത്തിൻ്റെ ഏതു ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്? ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗം. ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെൻറ്റോക്സൈഡ്. വനേഡിയം പെൻറ്റോക്സൈഡാണ് വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു. ജനറേറ്റർ യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ഓക്സിജനാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം. കേരള കായിക ദിനം. കേരള കായിക ദിനം എന്നാണ് ഒക്ടോബർ 13. ഒക്ടോബർ 13 കേരള കായിക ദിനം. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകം. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകം ചിൽക്ക തടാകം. ചിൽക്ക തടാകമാണ് ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകം. ഏത് രാജ്യമാണ് ലിംഗസമത്വം നിലപാടുകളുടെ ഭാഗമായി ദേശീയഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത്? ഏത് രാജ്യമാണ് ലിംഗസമത്വം നിലപാടുകളുടെ ഭാഗമായി ദേശീയഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത്? കാനഡ. കാനഡയാണ് ലിംഗസമത്വം നിലപാടുകളുടെ ഭാഗമായി ദേശീയഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം തെങ്ങ്. തെങ്ങാണ് 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം. ജീവൻ്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രകാരൻ. ജീവൻ്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രകാരനാണ് ഗലീലിയോ ഗലീലി. ഗലീലിയുടെ വാക്കുകളാണ് ജീവൻ്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണ് എന്നത്. മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ. മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനലാണ് ഗ്യാൻ ദർശൻ. ഗ്യാൻ ദർശൻ എന്ന ചാനലാണ് മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ബാരൻ ദ്വീപ്. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ബാരൻ ദ്വീപ്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ തനത് നൃത്തരൂപമാണ്? ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ തനത്
നൃത്തരൂപമാണ് തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവത്കൃത ജില്ലാ കളക്ടറേറ്റ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവത്കൃത ജില്ലാ കളക്ടറേറ്റ് പാലക്കാട്. പാലക്കാട് ജില്ലാ കളക്ടറേറ്റാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവത്കൃത കളക്ടറേറ്റ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. രാഷ്ട്രമഹിള എന്ന പ്രസിദ്ധീകരണമാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം. ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം. ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മർമഗോവ. മർമഗോവ തുറമുഖത്തു നിന്നുമാണ് ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത്. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത്? രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളാണ് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം. മലബാർ സിമൻസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? മലബാർ സിമൻസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വാളയാർ. വാളയാറിലാണ് മലബാർ സിമൻസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണമാണ് ഇലക്ട്രോൺ. ഇലക്ട്രോണാണ് ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം. സാരേ ജഹാംസെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ്? സാരേ ജഹാംസെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ്? ഉറുദു. ഉറുദു ഭാഷയിലാണ് സാരേ ജഹാംസെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാര്? പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്റ്റർ. ലൂയി പാസ്റ്ററാണ് പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ്. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ജാലിയൻ വാലാബാഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജാലിയൻ വാലാബാഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബ്. പഞ്ചാബ് സംസ്ഥാനത്താണ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത്. ഏത് രാസവസ്തു കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്? ഏത് രാസവസ്തു കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്? കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന രാസവസ്തു കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് ആര്? മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് LK അദ്വാനി. LK അദ്വാനിയാണ് മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത്. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിം.
സിക്കിം സംസ്ഥാനത്താണ് നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. മനുഷ്യൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം. മനുഷ്യൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33. മനുഷ്യൻ്റെ നട്ടെല്ലിൽ 33 കശേരുക്കളാണ് ഉള്ളത്. കേസരി പത്രം ആരുടേതാണ്? കേസരി എന്ന പത്രം ആരുടേതാണ്? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകൻ്റെ പത്രത്തിൻ്റെ പേരാണ് കേസരി. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി. ഡൽഹൌസിയാണ് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ഏത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ഏത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്കൻഡറി വിദ്യാഭ്യാസം. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയുമായിട്ടാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം എവിടെ വെച്ചായിരുന്നു? ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം എവിടെ വെച്ചായിരുന്നു? ചമ്പാരൻ. ചമ്പാരനിൽ വെച്ചായിരുന്നു ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം നടന്നത്. കേരളത്തിലെ ആദ്യത്തെ മിയാവാക്കി വനം സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ മിയാവാക്കി വനം സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്ത് പുളിയറക്കോണം. തിരുവനന്തപുരത്തെ പുളിയറക്കോണത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ മിയാവാക്കി വനം സ്ഥാപിച്ചത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന കൃത്രിമ വനവൽക്കരണ പരിപാടി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കൃത്രിമ വനവൽക്കരണ പരിപാടിയാണ് മിയാവാക്കി വനം. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന കൃത്രിമ വനവൽക്കരണ പരിപാടിയാണ് മിയാവാക്കി വനം. വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതി. വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ. യെല്ലോ ലൈൻ പദ്ധതിയാണ് വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതി. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നടപ്പാക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹപൂർവം. സ്നേഹപൂർവം പദ്ധതിയാണ് HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. മാനസികാരോഗ്യ അവബോധ പ്രവർത്തനങ്ങൾക്കായി ലിവ് ലവ് ലാഫ് ഫൗണ്ടേഷൻ എന്ന സംഘടന സ്ഥാപിച്ചതാര്? മാനസികാരോഗ്യ അവബോധ പ്രവർത്തനങ്ങൾക്കായി ലിവ് ലവ് ലാഫ് ഫൗണ്ടേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ദീപിക പദുകോൺ. ദീപിക പദുകോണാണ് മാനസികാരോഗ്യ അവബോധ പ്രവർത്തനങ്ങൾക്കായി ലിവ് ലവ് ലാഫ് ഫൗണ്ടേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത്. വൃക്ഷങ്ങൾക്ക് ജീവനാംശം അനുവദിച്ച സംസ്ഥാനം. വൃക്ഷങ്ങൾക്ക് ജീവനാംശം അനുവദിച്ച സംസ്ഥാനം ഹരിയാന. ഹരിയാനയാണ് വൃക്ഷങ്ങൾക്ക് ജീവനാംശം അനുവദിച്ച സംസ്ഥാനം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.